Okay. Okay. So the last class we discussed region splitting and merging, that means quadtree based segmentation. Region drawing method, splitting method, and splitting and merging techniques of image segmentation. Now we are going to discuss clustering techniques. Okay, clustering techniques. Okay. Okay. So clustering. What do you mean by cluster? Cluster and the meaning are you? The Abhijit. Cluster and the meaning. Yes, of course. Group none. Group no മാത്രമേ ഇവിടെ എല്ലാം ചെയ്യുന്നത് ആക്ച്വലി ഗ്രൂപ്പിംഗ് ഓഫ് പിക്സൽസ് ആണ് അല്ല സെഗ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ക്ലസ്റ്ററിംഗ് ടെക്നിക്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു മേക്ക് സം ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ്. അതായത് ഈ പിക്സൽസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ്സ് ആക്കി മാറ്റും. അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വി അറ്റംപ്റ്റ് ടു ആക്സസ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ പാറ്റേൺസ് ഓഫ് ഡാറ്റ സെറ്റ്. ആ ഗ്രൂപ്പിലുള്ള ഡാറ്റ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പിക്സൽസിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിന് റിലേഷൻഷിപ്പിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഗ്രൂപ്പാക്കി മാറ്റും. അതായത് സിമിലർ ആയിട്ടുള്ള പിക്സൽസിന് ഒരു ഗ്രൂപ്പും ഡിസിമിലർ ആയിട്ടുള്ളതിനെ വീണ്ടും ഗ്രൂപ്പാക്കി മാറ്റും. അത് ഒരു ഹൈറാർക്കിയൽ പ്രോസസ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് ക്ലസ്റ്ററിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ആക്ച്വലി ക്ലസ്റ്ററിംഗ് ടെക്നിക് മീൻസ് which attempts to access the relationship among patterns of data set by organizing the patterns into groups or clusters, such that pattern within a cluster or a group are more similar to each other. Okay, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പം ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പുകളാക്കി മാറ്റും. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിലുള്ള ക്ലസ്റ്റേഴ്സ്, ഒരു ഗ്രൂപ്പിലുള്ള പിക്സൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി അതെല്ലാം ഒരുമിച്ചിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മാറ്റുന്നു. അപ്പം ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, വി ആർ ഗ്രൂപ്പിംഗ് പിക്സൽസ്. ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ്, objects according to some certain properties. നിങ്ങൾക്കിത് എഴുതുന്നത് ക്ലിയർ അല്ലാണ്ടുണ്ടോ? നിങ്ങളിങ്ങനെ ഒരു ഇതിപ്പോൾ കൺസേൺ പറഞ്ഞെന്ന് അറിഞ്ഞു. ഇനി റെപ്രസെന്റ് ചെയ്യുന്ന മനസ്സിലാകണ്ടുണ്ടോ? ഉണ്ടോ അഭിജിത്ത്? ശിശിര ക്ലിയർ അല്ലാണ്ടുണ്ടോ എഴുതുന്നത്, നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്? വൈറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ നിങ്ങൾ ഇപ്പോഴാണോ അത് പറയുന്നത് എന്നോട്? എന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞുകൂടായിരുന്നല്ലോ. ഇങ്ങനെയാണോ കുറച്ചും കൂടി ക്ലാരിറ്റി? ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മറ്റേതായിരിക്കും കുറച്ചും കൂടി വിസിബിൾ എന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് ആക്കിയത്. നിങ്ങൾക്കത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞുകൂടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ clustering means first of all we'll group objects based on some properties and the pixels in that particular group will obey some properties. അല്ലെ, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള പിക്സൽസ് എല്ലാം സിമിലർ ആയിരിക്കും based on some homogeneity criteria or some property. അതിനെയാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം ഓക്കെ, ഒരു ക്ലസ്റ്റർ മീൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ സീഡ് പോയിന്റ് കണ്ടുപിടിച്ച പോലെ വിൽ ഫൈൻഡ് എ ക്ലസ്റ്റർ മീൻ.
ആ ക്ലസ്റ്റർ മീനിന്റെ ബേസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പാർട്ടീഷൻ ചെയ്യുന്നത്. Partitioning based on this cluster mean. Okay, so clustering can be classified as hierarchical and partitional. Okay, രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. The first method is hierarchical method. രണ്ടാമത്തെ partitional. Two methods are, the first method is hierarchical method and second one is partition method. Okay, so what do you mean by hierarchical method? Okay, in hierarchical method, theory and also. Okay, so we use a proximity matrix. Here we use a proximity matrix for clustering. Okay, so actually that proximity matrix indicates the similarity between every pair of data points to be clustered. ഇപ്പോൾ രണ്ട് പിക്സൽസ് എടുത്തല്ല, രണ്ട് ഡാറ്റ പോയിന്റ് എടുത്തു. അപ്പോൾ ഇത് തമ്മിലുള്ള സിമിലാരിറ്റി ആയിരിക്കും നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, പ്രോക്സിമിറ്റി മെട്രിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, so the end result is a tree of clusters representing nested group of patterns and similarity levels at which grouping changes. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പെയർസ് ഓഫ് പിക്സൽസിനെ എടുക്കും. ആ പിക്സൽസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമിലർ ആണോ നോക്കും. സിമിലർ ആണെങ്കിൽ അത് രണ്ടും കൂടി ഒരു ഗ്രൂപ്പിലേക്ക് കൊടുക്കും നമ്മൾ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഗ്രൂപ്പാക്കി മാറ്റും. ഓക്കെ, അപ്പം ഏത് ഗ്രൂപ്പിലാണോ ബിലോങ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലേക്ക് ആ പിക്സലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യും. അപ്പം അതിനാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രോക്സിമിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലസ്റ്ററിങ് ട്രീ ഉണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാർട്ടറി ബേസ്ഡ് ഡീകമ്പോസിഷൻ ചെയ്ത പോലെ തന്നെ ഹിയർ വി ഹാവ് എ ക്ലസ്റ്ററിങ് ട്രീ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു പ്രോപ്പർട്ടി വെക്കും നമ്മൾ. ഓക്കെ, ഒരു പ്രോപ്പർട്ടി വെക്കും. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യും, പിക്സൽസിനനുസരിച്ച് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. എഗെയിൻ ഓരോന്നായിട്ട് പ്രോപ്പർട്ടീസ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ വേയിലായിരിക്കും നമ്മൾ ഓരോ പിക്സൽസിനെയും ഗ്രൂപ്പ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സോ ദ റൂട്ട് നോഡ് ഓഫ് ദ ട്രീസ് റിസർവ്ഡ് ഫോർ ദ എൻറ്റയർ ഡാറ്റാ സെറ്റ്. അപ്പോൾ ഈ ഇതിൽ എന്തുണ്ടാവും, ഫസ്റ്റ് നമ്മളൊരു റൂട്ട് നോഡ് ഉണ്ടാവും, റൂട്ട് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെ G1 എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ G1ൽ എന്തുണ്ടാവും, എല്ലാ പിക്സൽസും ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ എൻറ്റയർ pixel can be located in the group 1. അവിടെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് പ്രോപ്പർട്ടി രണ്ട് ഗ്രൂപ്പ് ആക്കി മാറ്റും, G2 G3 ആക്കി മാറ്റും. ഓക്കെ, സോ G2 ഹാസ് സം പർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ല, G3ക്കും ഒരു വേറെ പർട്ടിക്കുലർ പ്രോപ്പർട്ടി. സോ ദ പിക്സൽസ് ബിലോങ് ടു ദിസ് G2 വിൽ ബി പ്ലേസ്ഡ് ഇൻ G2. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന പിക്സൽസിൽ ഇതിലേക്ക് പോകും, ഈ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്ന പിക്സൽസ് ഇതിലേക്ക് പോകും. ഓക്കെ, വീണ്ടും ബേസ്ഡ് ഓൺ G2 നമ്മൾ വീണ്ടും ഇതിനെ പാർട്ടീഷൻ ചെയ്യും. വീണ്ടും ആ പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റിഫൈൻ ചെയ്യും. സപ്പോസ് ഞാനിപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഇമേജ് എടുത്തു. ഓക്കെ, ഈ ഇമേജിലുള്ള പിക്സൽസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു ഗ്രേ ലെവൽ പിക്സൽ ആണ്, 0 to 255 ആണ്. സോ ബേസ്ഡ് ഓൺ പിക്സൽ ഇന്റൻസിറ്റി വാല്യൂ ആണ് നമ്മൾ ഈ ക്ലസ്റ്ററിംഗ് ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് പിക്സലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 255 ആണ്. ഓക്കെ, നമ്മൾ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. വി ആർ ക്ലാസിഫൈങ് ദ പിക്സൽ ആസ് 0 to എന്താ പറയുക ഒരു 120യും ബാക്കി 121 to 255യും അടുത്തതാക്കി മാറ്റുന്നു. അപ്പോൾ എന്തായിരിക്കും, G2 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉള്ള പിക്സൽസ് എല്ലാം 0 to 120 ആയിട്ട് മാറി, 121 to 255 എന്ന് പറഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ, ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി. ഓക്കെ, സോ വി പാർട്ടീഷൻഡ് അവർ പിക്സൽസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് ഇന്റൻസിറ്റി ലെവൽ. ഇവിടെ ഒരു റേഞ്ച് കൊടുത്തു. എഗെയിൻ നമ്മൾ 0 to 120 എന്നുള്ളതിനെ വീണ്ടും മാറ്റി 0 to 60യും അതുപോലെ 60 to 120 ആക്കി മാറ്റുന്നു. സോ വി ആർ ഡിറൈവിംഗ് അനദർ പ്രോപ്പർട്ടി ഫ്രം G2. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ഒരു ഹൈറാർക്കിയൽ വേയിൽ നമ്മൾ പ്രോപ്പർട്ടി, വി ആർ റിഫൈനിങ് ദ പ്രോപ്പർട്ടി ആൻഡ് ഡാറ്റാ സെറ്റ്സ് ഓർ അവർ പിക്സൽസ് വിൽ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ അതിനെയാണ് ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ് എന്ന് പറയാം. അപ്പോൾ റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റൂട്ട്
ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റൂട്ട് നോഡ് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ പിക്സൽസ്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അരുൺ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എഴുതുന്ന ക്ലിയർ ആവുന്നില്ല ഇപ്പം? ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് നമ്മുടെ ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ്ങിനെ നമ്മൾ വീണ്ടും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻ കാറ്റഗറി, രണ്ട് മെയിൻ കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്തത് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് അഗ്ലോമെറേറ്റീവ് അൽഗോരിതം. ശ്രദ്ധിക്കട്ടെ, ആ പേര് ഓർത്ത് നോക്കണം. അഗ്ലോമെറേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അഗ്ലോമെറേറ്റീവ് അൽഗോരിതം. ഇതിനെ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ലിങ്ക് അൽഗോരിതം. ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ലിങ്ക്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. സിംഗിൾ ലിങ്ക്. നെക്സ്റ്റ് കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം. കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം. ഓക്കെ. അഗ്ലോമെറേറ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ we'll seek to merge clusters to be larger and larger by starting with n single point cluster. അപ്പോൾ ആദ്യം ഒരു n സിംഗിൾ പോയിന്റ് ക്ലസ്റ്റർ ഉണ്ടാവും. n എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി വിൽ സ്പ്ലിറ്റ് ദാറ്റ് ഗ്രൂപ്പ് ഇൻ ടു ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ മെർജ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോപ്പർട്ടിനെ കൊണ്ട് റിഫൈൻ ചെയ്തുകൊണ്ട് ഈ നമ്മൾ ഇഷ്ടംപോലെ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതെല്ലാം ഒബേ ചെയ്യുന്ന ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് നമ്മൾ വീണ്ടും റിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനാ വീണ്ടും മെർജ് ചെയ്യുന്നു. സിമിലർ ആയിട്ടുള്ള നമുക്ക് സിമിലർ ആക്കാൻ പറ്റുന്ന ചില പ്രോപ്പർട്ടീസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് മെർജ് ചെയ്യുന്ന പ്രോസസ്സിനാണ് അഗ്ലോമെറേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് to merge clusters to be larger and larger by starting with n single point cluster. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അഗ്ലോമെറേറ്റീവ് അൽഗോരിതം. ഇത് രണ്ട് രീതിയിൽ പറയാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റൊരു പോയിന്റിൽ നിന്ന് തുടങ്ങും. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഒരു ക്ലസ്റ്റർ ആണ് നമ്മളുണ്ടെങ്കിൽ സപ്പോസ് അതിൻ്റെ ഒരു വാല്യൂ 50 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കി വീണ്ടും നോക്കുക. അടുത്ത നമ്മളൊന്ന് പ്രോപ്പർട്ടിനെ റിഫൈൻ ചെയ്ത് കുറച്ചും കൂടി വലുതാക്കി റേഞ്ച് കൂട്ടി നമ്മൾ 50 to 60 ആയി. അപ്പോൾ 50 to 60 വരുന്ന ക്ലസ്റ്റേഴ്സ് പിക്സൽസിനാണ് നമ്മൾ വീണ്ടും ഇതുമായിട്ട് മെർജ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലോ അതിനെയാണ് നമ്മൾ അഗ്ലോമെറേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒന്ന് സിംഗിൾ ലിങ്ക്, ആക്ച്വലി 3 അപ്രോച്ച് ഉണ്ട്. ഒന്നും കൂടി ഉണ്ട്, മിനിമം വേരിയൻസ് അൽഗോരിതം കൂടി ഉണ്ട്. ഇപ്പൊ സിംഗിൾ ലിങ്ക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു പോയിന്റ് merges cluster according to a minimum distance between data samples. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഒരു മിനിമം ഇവിടെയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. മിനിമം ഡിസ്റ്റൻസ്, അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ലെങ്ത് ആവണമെന്നില്ല, ചിലപ്പോൾ പിക്സൽ ഇന്റൻസിറ്റി വാല്യൂ തന്നെ ആവാം. ഓക്കെ, ദാറ്റ് മീൻസ് ദ merges clusters according to minimum distance between data samples. ഓക്കെ, അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് വിൽ ഹാവ് ഇലോങ്ങേറ്റഡ് ഷേപ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റഡ് ഷേപ്പ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക, എലോങ്ങേറ്റഡ് ഷേപ്സ്. സോ ദാറ്റ് ഈസ് സിംഗിൾ ലിങ്ക് അൽഗോരിതം. നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ മാക്സിമം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ക്ലസ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിൽ ഫൈൻഡ് ഔട്ട് ദ മിനിമൈസിങ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് അതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കും, മിനിമൈസിങ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് കേട്ടോ. സിംഗിൾ ലിങ്ക് അൽഗോരിതത്തിലാണെങ്കിൽ വിൽ കൺസിഡർ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പിക്സൽസ്. ഇൻ കംപ്ലീറ്റ് ലിങ്ക് അൽഗോരിതം
maximum distance. Based on the maximum distance between pixels will be considered for clustering. In minimum variance algorithm, we will define a minimizing function. Based on that minimizing function or variance, will cluster different. Will group different pixels into different clusters. Okay, അപ്പോൾ ഇതിനാണ് agglomerative technique എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് agglomerative മിനിമം വേരിയൻസ് രണ്ടായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. രണ്ട് ടെക്നിക്കാണ്. ഇതിന്റെ പാർട്ടല്ല, സെക്കൻഡ് ആയിട്ട് കിടക്കുന്നത്. agglomerative രണ്ട് രീതിയാണ്, സിംഗിൾ ലിങ്കും കംപ്ലീറ്റ് ലിങ്കും. മിനിമം വേരിയൻസ് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ്. അപ്പം ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ്ങിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള. ഒന്ന് agglomerative അൽഗോരിതം, പറഞ്ഞപ്പോൾ ചെറുങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത്. agglomerative algorithm, second is minimum variance algorithm. So in agglomerative algorithm we will have two approaches. What are the single link method and complete link algorithm? In single link method we will consider minimum distance between two pixels, two data sets. Okay, so we'll get elongated shapes after that clustering technique. And in the case of complete link algorithm, maximum distance, okay, maximum distance will be considered. ഇവിടെ നമുക്ക് കോമ്പാക്ട് ആയിട്ടുള്ള സൈസിലുള്ള ഡാറ്റാ സെറ്റ്സ് ആയിരിക്കും കിട്ടുക. കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കും കിട്ടുക, മാക്സിമം ഡിസ്റ്റൻസ്. ആൻഡ് മിനിമം വേരിയൻസ് അൽഗോരിതം വിൽ ഡിഫൈൻ എ മിനിമൈസിങ് ഫംഗ്ഷൻ. വേരിയൻസ് വിൽ ബി കൺസിഡേർഡ് ഫോർ ക്ലസ്റ്ററിങ്. ഇത്രയാണ് പറയുന്നത്. ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിഫറെന്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഹൈറാർക്കിയലി ഐട്രേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിനെയാണ് ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്നില്ല പറയുന്നത്? അഭിജിത്ത് ക്ലിയർ അല്ല? തിയറി ആണത് കുറച്ച്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് പാർട്ടീഷൻ. Partitional clustering. Okay. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടീഷൻ ക്ലസ്റ്റർ ആ പേര് കാണിക്കുന്നത് പോലെ തന്നെ വിൽ പാർട്ടീഷൻ ഈച്ച് പാറ്റേൺ ഇറ്റ്സ് ക്ലോസസ്റ്റ് ക്ലസ്റ്റർ ആൻഡ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലസ്റ്റർ സെൻട്രോയിഡ്സ്. ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ട് പാർട്ടി നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ഇപ്പോൾ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ആ ഇമേജിനെ ഡിഫറെൻറ്റ് പാർട്ടാക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇമേജ് ആണെങ്കിൽ അതിന് ചില പാർട്ടുകളാക്കി 4 or 5 ആക്കിയിട്ടുള്ള പാർട്സ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, പാർട്ടീഷൻ ചെയ്യും. ഇപ്പോൾ പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിൽ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ പാർട്ടീഷൻ. സെൻട്രോയിഡ് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് എ കോമൺ ഫീച്ചർ ഓഫ് പാർട്ടീഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതിനാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇമേജ് എടുത്തു, നിങ്ങൾ അതിനെ പാർട്ടീഷൻ ചെയ്തു. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഡൊമൈനുള്ള പാർട്ടീഷൻ ആണെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പാർട്ടീഷൻ ചെയ്ത ബേസ്ഡ് ഓൺ പിക്സൽ ഇന്റൻസിറ്റി വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കളറാകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പിക്സലിന് വേറൊരു പിക്സലിലേക്കുള്ള ഒറ്റൊരു പിക്സലിനെ കൺസിഡർ ചെയ്ത് അതിന്റെ ഡിസ്റ്റൻസ് ആകാം. അങ്ങനെ പല രീതിയിൽ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ പാർട്ടീഷൻ ചെയ്ത് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്ലസ്റ്റേഴ്സ്. ആ ക്ലസ്റ്റേഴ്സ് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യും, അതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കും. സെൻട്രോയിഡ് വെച്ചാൽ ഏറ്റവും അതിന്റെ മിനിമം മീൻ വാല്യൂ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പം രണ്ട് സ്റ്റെപ്പ് അതിനകത്തുള്ള, ഒന്ന് പാർട്ടീഷൻ ഓഫ് ഈച്ച് പാറ്റേൺ ടു ഇറ്റ്സ് ക്ലോസസ്റ്റ് ക്ലസ്റ്റർ ആൻഡ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലസ്റ്റർ സെൻട്രോയിഡ്. ഓരോന്നിനെയും അതിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്ററിലേക്ക് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വിൽ ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ഈച്ച് ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റും. ഓരോ പിക്സലിനെ ഓരോ ക്ലസ്റ്റർ ഗ്രൂപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കും അല്ലേ? ആ മൂവ് ചെയ്യിച്ച ശേഷം എന്ത് ചെയ്യും, ഈ ഓരോ ഗ്രൂപ്പിന്റെയും എന്ത് ചെയ്യും, നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കും. ഇതാണ് രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം ഈ സെൻട്രോയിഡ് കണ്ടുപിടിച്ച ശേഷം അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പ്രോസസ്സാണ് ഉള്ളത്. എന്നാൽ പാർട്ടീഷൻ ചെയ്യാം, സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. പാർട്ടീഷൻ ചെയ്യുക, സെൻട്രോയിഡ്, അങ്ങനെയുള്ള ഒരു ഐട്രേറ്റീവ് ടെക്നിക്കാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. പാർട്ടീഷൻ ക്ലസ്റ്ററിംഗിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് നമുക്ക് ഗ്രൂപ്പ് ആക്കി മാറ്റാം. ഇപ്പം ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 6 10 നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലായിരിക്കും ആ ഗ്രൂപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് വിൽ ഫൈൻഡ് ദ സെൻട്രോയിഡ്. ആ സെൻട്രോയിഡിനനുസരിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ രീതിയാണ് പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് ക്ലസ്റ്ററിംഗ് ടെക്നിക്കിലെ 2 ക്ലാസിഫിക്കേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്, ദി സെക്കൻഡ് ഈസ് പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ്. ഓക്കെ, രണ്ടും സിമിലർ ആണ്. ആക്ച്വലി ചെയ്യുന്നത് പ്രോസസ്സ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ഇവിടെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിൽ വിൽ കൺസിഡർ പ്രോക്സിമിറ്റി മെപ്പിംഗ്. അവിടെ സിമിലാരിറ്റി നോക്കുക. നമ്മൾ ആദ്യം തന്നെ പിക്സൽസിന്റെ സിമിലാരിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മളതിനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റുന്നത്. പാർട്ടീഷൻ ക്ലസ്റ്ററിംഗിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് അതിൽ തന്നെ പാർട്ടീഷൻ ചെയ്യും. അതിനുശേഷം ആ ഓരോ പാർട്ടീഷൻ്റെ അല്ലെങ്കിൽ ഓരോ ക്ലസ്റ്റേഴ്സിന്റെ സെൻട്രോയിഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടായിരിക്കും ബേസ്ഡ് ഓൺ ദാറ്റ് വാല്യൂ വിൽ ഗ്രൂപ്പ് പിക്സൽസ് ഇൻ ടു ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഇതിലുള്ള 2 ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് വിൽ ഫൈൻഡ് എ സെൻട്രോയിഡ് ഓഫ് ഈച്ച് പാർട്ടീഷൻസ്. അതാണ് പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അടുത്തത് കെ മീൻസ് ക്ലസ്റ്ററിംഗ് ആണ്. കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഓക്കെ, ഇതൊക്കെ തിയറിയാണ്, കുറച്ച് ശ്രദ്ധിക്കുക. കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഇവിടെ അഗെയിൻ വി ആർ യൂസിങ് സിംപ്ലസ്റ്റ് ഫോം ആണ്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്ലസ്റ്ററിംഗ് ടെക്നിക്കാണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീടിന് ഒരു ട്രെയിനിങ് ഡാറ്റയുടെ ആവശ്യം നമുക്കില്ല. നമ്മുടെ മറ്റേ കേസിലുണ്ടെന്ന് വെച്ചാൽ ക്ലസ്റ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ട്രെയിൻ അവർ മെക്കാനിസം. നമ്മൾ ഇന്ന രീതിയിലാണ് അതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്, അല്ലെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ട്രെയിൻ അവർ ഡാറ്റ. ഇവിടെ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെത്തേഡ് ആൻഡ് വി ഡോ നോട്ട് റിക്വയർ ട്രെയിനിങ് ഡാറ്റ. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് കെ മീൻസ് അൽഗോരിതം ആണ്. ഇപ്പോൾ കെ മീൻസ് അൽഗോരിതം ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, അതിൻ്റെ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. കെ മീൻസ് അൽഗോരിതം ആണ്. സോ ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിൽ ക്ലസ്റ്റർ ഡാറ്റ ബൈ ഇറ്ററേറ്റീവ്ലി കമ്പ്യൂട്ടിംഗ് മീൻ ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ക്ലാസ്. ഓക്കെ, ഓരോന്നിൻ്റെയും മീൻ ഇന്റൻസിറ്റി കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ക്ലസ്റ്റർ ചെയ്യാം. മീൻ ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ക്ലാസ് വിൽ ബി കമ്പ്യൂട്ടഡ് ഫോർ കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, ഓരോന്നിൻ്റെയും ക്ലോസസ്റ്റ് മീൻ കണ്ടുപിടിക്കും. അതായത് ക്ലാസിഫൈങ് ഈച്ച് പിക്സൽ ഇൻ ദ ക്ലാസ് വിത്ത് ദ ക്ലോസസ്റ്റ് മീൻ. അപ്പോൾ ഓരോ പിക്സൽ വാല്യൂവിൻ്റെയും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. അതിൽ ഏറ്റവും ക്ലോസസ്റ്റ് മീൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ കുറേ വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ മീൻ വാല്യൂ വിൽ ക്രിയേറ്റ് ക്ലസ്റ്റേഴ്സ്. മീൻ വാല്യൂവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സിന് ഉണ്ടാക്കും. അപ്പോൾ നമ്മളൊരു പിക്സലിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ അത് നമുക്ക് സപ്പോസ് ഒരു 5.6 ആണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് മീൻ അതാണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും, ആ പിക്സലിനെ നമ്മൾ കൊണ്ടുപോകും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ശിശിര ക്ലിയർ ആണോ പറഞ്ഞ? അപ്പം ഇവിടെ മീൻ വാല്യൂ കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞതാണ്. മീൻ വാല്യൂ വിൽ കമ്പ്യൂട്ട് ദ മീൻ വാല്യൂ ഓഫ് ഈച്ച് പിക്സൽ ആൻഡ് ദ വാല്യൂ വിച്ച് ഈസ് മോർ ക്ലോസ് ടു mean the pixel values mean value which is more close to that particular defined value, the pixel will be grouped into that particular group. Okay, pixel will be grouped into that particular cluster. അങ്ങനെ മീൻ വാല്യൂ കണ്ടുപിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കെ മീൻസ് ക്ലസ്റ്ററിംഗ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ ചെറിയൊരു അൽഗോരിതം പോലെ ഉണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു കെ ഇനീഷ്യൽ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ചൂസ് ചെയ്യും കെ ഇനീഷ്യൽ ക്ലസ്റ്റേഴ്സ് വിൽ ബി ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു Z1 of L, ഓക്കെ, Z2 of L അപ് ടു Zk of L. അപ്പോൾ ഇതെല്ലാം ക്ലസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എഴുതുവാണ്. ആദ്യം എഴുതാൻ നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലാക്കാം.
എക്സ് എന്ന് പറഞ്ഞൊരു പിക്സൽ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന പിക്സൽ വിൽ ബിലോങ്സ് ടു സി ജെ ഓഫ് കെ. സി ജെ ഓഫ് കെ എന്ന് പറഞ്ഞ ക്ലസ്റ്ററിലേക്ക് അത് ബിലോങ് ചെയ്യണമെങ്കിൽ if x set j of k, okay, less than x set I of k. Okay. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ എടുത്തു നിങ്ങൾ. ആ എക്സ് എന്ന് പറയുന്ന സാമ്പിളിന് നിങ്ങൾ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആ ക്ലസ്റ്റേഴ്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വേറെ രീതിയിൽ പറയണം. ആ എക്സും ഓരോ ഈ ഗ്രൂപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കും, അല്ലെങ്കിൽ അതിന്റെ മീൻ വാല്യൂ നോക്കും. അതാണ് എക്സ് മൈനസ് സെറ്റ് ജി ഓഫ് കെ, എക്സ് മൈനസ് സെറ്റ് പിന്നെ എന്താണ് സെറ്റ് വൺ ഓഫ് കെ, സെറ്റ് ടു ഓഫ് കെ, അങ്ങനെ ഓരോന്നും നോക്കും. അപ്പം ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഏത് ക്ലസ്റ്ററിലാണോ, ഏത് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണോ ഉള്ളത്, ആ ക്ലസ്റ്ററിലേക്ക് അതിനെ മൂവ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? സെറ്റ് ജെ ഓഫ് കെ എന്ന് പറയുന്നത് ഏതിലായിരിക്കും? സി ജെ ഓഫ് കെ എന്ന് പറഞ്ഞ ക്ലസ്റ്ററിലേക്കായിരിക്കും ഉണ്ടാവും. അപ്പം ഓരോ ക്ലസ്റ്ററിലുള്ള ഇപ്പോൾ ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ടെന്നായിരിക്കും. നമ്മൾ വി ആർ കൺസിഡറിങ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? ചുറ്റിലുള്ള ക്ലസ്റ്റേഴ്സ്, ഇപ്പം സെറ്റ് ജെ എന്താ പറയാ, സെറ്റ് ഐ ഓഫ് കെ, അല്ല സെറ്റ് വൺ ഓഫ് കെ, സെറ്റ് ടു ഓഫ് കെ, സെറ്റ് ത്രീ ഓഫ് കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലസ്റ്ററുമായിട്ടുള്ള അതിന്റെ ഡിസ്റ്റൻസ് മീൻ വാല്യൂ നമ്മൾ നോക്കും. എക്സ് മൈനസ് സെറ്റ് ജെ ഓഫ് കെ നോക്കി, എക്സ് മൈനസ് സെറ്റ് വൺ ഓഫ് കെ നോക്കി, സെറ്റ് ടു ഓഫ് കെ നോക്കി, സെറ്റ് ത്രീ ഓഫ് കെ, പിന്നെ ഓരോന്നും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷേഴ്സ് നമ്മൾ നോക്കും. അപ്പൊ എവിടെയാണോ ഏറ്റവും കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പൊ ഏറ്റവും കുറവ് ഇവിടെ സെറ്റ് ജെ ഓഫ് കെയിലാണ് അല്ലെ. സെറ്റ് ജെ ഓഫ് കെ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ബാക്കി എല്ലാ ഗ്രൂപ്പിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് കാണുന്നത് സെറ്റ് ജെ ഓഫ് കെ ആണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ആ സെറ്റ് ജെ ഓഫ് കെന്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സി ജെ ഓഫ് കെ ആണ്. ആ സി ജെ ഓഫ് കെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ബിലോങ് ചെയ്യുക, എക്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ മെക്കാനിസം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ അല്ല? ഓക്കെ, അപ്പൊ അതിനെയാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം എന്തെന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ സി ജെ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലസ്റ്റർ ആണ് അല്ലെ. സി ജെ ഓഫ് കെ ഇസ് എ ക്ലസ്റ്റർ. അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? സെറ്റ് ഓഫ് സാമ്പിൾസ് ഹൂസ് ക്ലസ്റ്റർ സെന്റർ ഈസ് സെറ്റ് ജെ ഓഫ് കെ. ക്ലസ്റ്റർ സെന്റർ സെറ്റ് ജെ ഓഫ് കെ ആയിട്ട് കിട്ടുന്ന സാമ്പിൾസിന്റെ ക്ലസ്റ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി ജി ഓഫ് കെ ആണ് എടുക്കുക. അപ്പൊ സെറ്റ് ജെ ഓഫ് കെ ഉണ്ടാവും. സെറ്റ് ജെ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ക്ലസ്റ്റർ സെന്റർ ആണ്. ക്ലസ്റ്റർ സെന്റർ സെറ്റ് ജെ ഓഫ് കെ ആണ്. അപ്പൊ അത് ക്ലസ്റ്റർ സെന്റർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ എല്ലാം നമ്മൾ സി ജി ഓഫ് കെയിലേക്ക് മാറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഇനീഷ്യൽ ക്ലസ്റ്റർ സെന്റേഴ്സ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഇനീഷ്യൽ ക്ലസ്റ്റർ സെന്റേഴ്സ് ആണ്. നമ്മൾ ആദ്യം ക്ലസ്റ്റർ സെന്റേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ ആ ഓരോ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പിക്സൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ ഏതിനാണോ ഏറ്റവും കുറവ് വരുന്നത് ആ ക്ലസ്റ്റർ സെന്റർ ആയിട്ടുള്ള ക്ലസ്റ്ററിലേക്ക് വിൽ അസൈൻ അവർ പിക്സൽ. അപ്പൊ അതാണ് അവിടെ ഉപയോഗിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത വീണ്ടും ഇപ്പം ഒരുപാട് ഇപ്പൊ 2 or 3 ഗ്രൂപ്പ് ആക്കി ആയിരിക്കാം ബേസ്ഡ് ഓൺ ഇപ്പം സി ജി ഓഫ് കെ. ഇപ്പം ഞാനിവിടെ സി വൺ ഓഫ് കെ, ഓക്കെ, സി ടു ഓഫ് കെ, സി ത്രീ ഓഫ് കെ, അത് ഡിഫറെന്റ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്ലസ്റ്ററിനെ നമ്മൾ പിക്സലിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും? നമ്മൾ അടുത്ത ക്ലസ്റ്റർ വാല്യൂസ് കണ്ടുപിടിക്കും. അടുത്ത ക്ലസ്റ്റർ സെന്റർ വാല്യൂസ് കണ്ടുപിടിക്കും, മീൻ വാല്യൂ കണ്ടുപിടിക്കും. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ അകത്ത് മീൻ വാല്യൂ കണ്ടുപിടിക്കും, കുറെ മീൻ വാല്യൂ കണ്ടുപിടിക്കും, ഇതിൻ്റെ അകത്ത് മീൻ വാല്യൂ കണ്ടുപിടിക്കും. അപ്പം ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എന്തായി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒറ്റൊരു ഗ്രൂപ്പിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ മീൻ വാല്യൂ എഗെയിൻ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ആ മീൻ വാല്യൂന്റെ ബേസ്ഡ് ഓൺ മീൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ അവിടെയുള്ള പിക്സൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഐറ്ററേറ്റീവ് ഹൈറാർക്കിയൽ പ്രോസസ് ആയിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻ കൺവേർജ് ചെയ്യും. അതായത് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് എടുക്കും. അവിടെ ആയിരിക്കും നമ്മൾ ഈ ക്ലസ്റ്ററിംഗ് ടെക്നിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്ലസ്റ്റർ കെ മീൻ വാല്യൂ. മീൻ വാല്യൂ ഒരുപാട് കണ്ടുപിടിക്കുക, അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? ബേസ്ഡ് ഓൺ ദാറ്റ് മീൻ വാല്യൂ വിൽ ഗ്രൂപ്പ് അവർ പിക്സൽ വാല്യൂസ്. അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതിലേക്കാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ് ആക്കി മാറ്റും. ആ ഗ്രൂപ്പിനെ അഗെയിൻ വിൽ ഫൈൻഡ് ഔട്ട് കെ മീൻ വാല്യൂ വീണ്ടും കണ്ടുപിടിക്കും.
എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ചെയ്യും. അഗെയിൻ ആ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ദ പ്രോസസ് കൺവേർജസ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ കെ മീൻസ് ക്ലസ്റ്ററിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അൽഗോരിതം നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഈ ഒരു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമാണ്. ഫസ്റ്റ് നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് എ ലോട്ട് ഓഫ് ക്ലസ്റ്റേഴ്സ് അല്ലേ. സോ വിൽ എക്സാമിൻ എവറി പിക്സൽ ബേസ്ഡ് ഓൺ ദാറ്റ് മീൻ വാല്യൂ ആൻഡ് ദ പിക്സൽ, അതിൻ്റെ ആ ഡിഫറൻസ് നമ്മൾ നോക്കും. ആൻഡ് വെൻ വി ഗെറ്റ് എ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെർട്ടിക്കുലർ ക്ലസ്റ്റർ സെന്റർ ഓർ മീൻ വാല്യൂ, ദ പിക്സൽ വിൽ ബി അലോട്ടഡ് ടു ദ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ ക്ലസ്റ്റർ. അപ്പോൾ അഗെയിൻ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ക്ലസ്റ്ററിന് വീണ്ടും ന്യൂ മീൻ വാല്യൂ വിൽ ബി കാൽക്കുലേറ്റഡ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടീഷൻ്റെ ഒരു 20 എണ്ണമുള്ള സാധനത്തിന് നമ്മൾ ആദ്യം 10 ആക്കി. ആ 10 ഒരു 10 നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക 2 എണ്ണം ആക്കി, 5 ആക്കി. അങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പോവായി. അതിനെയാണ് കെ മീൻസ് ക്ലസ്റ്ററിങ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അശ്വിത ക്ലിയർ അല്ലേ? ഹർഷ ക്ലിയർ ആണ് പറയുന്നത്? ദീപ്തി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, എന്നാലും മാത്രമേ നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവും. നോട്ട്സ് തന്നാലും നിങ്ങൾക്ക് ആ പറയുന്ന കറക്റ്റ് മനസ്സിലാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ശിശിര ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഫൈൻ. അപ്പൊ അതിനെയാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ക്ലസ്റ്ററിംഗ് ടെക്നിക്കിൽ. കെ മീൻസ് ക്ലസ്റ്ററിംഗ്, പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് ആൻഡ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇമേജ് സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ ത്രഷോൾഡിംഗ് ആണ് കേട്ടോ. നമ്മൾക്ക് പറഞ്ഞതെല്ലാം ക്ലസ്റ്ററിംഗ് ടെക്നിക്കാണ്. ഇനി സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ ത്രഷോൾഡിംഗ്. Segmentation based on thresholding എന്നുള്ള ടെക്നിക്ക്. In the beginning itself we already discussed the thresholding. Okay, threshold എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ റെഫറൻസ് വാല്യൂ ആയിരിക്കും. ഒരു റെഫറൻസ് വാല്യൂവിനാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയാം. പെർട്ടിക്കുലർ റെഫറൻസ് വാല്യൂ is called threshold. So based on that threshold we'll partition or we'll group our pixels. അതിനാണ് ബേസിക്കലി ത്രെഷോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വിൽ പ്രൊഡ്യൂസസ് സെഗ്മെന്റ്സ് ഹാവിംഗ് പിക്സൽ വിത്ത് സിമിലർ ഇന്റൻസിറ്റീസ്. ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഗ്ലോബൽ ത്രെഷോൾഡിംഗ് ആണെങ്കിൽ 0 to 255 ഉള്ള ഇന്റൻസിറ്റി വാല്യൂ ഞാൻ 100 എടുക്കുന്നു ത്രെഷോൾഡ് ആയിട്ട്. അപ്പം ദ പിക്സൽ വാല്യൂസ്, ദ പിക്സൽസ് ഹാവിംഗ് ഇന്റൻസിറ്റി വാല്യൂസ് ബിലോ 100 വിൽ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു one cluster or one group, one segment. Okay, and the pixels values having more than 100, I mean intensity values more than 100 will be grouped into another set of segment. Okay, അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ്. അത് മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യൂഷ്വലി വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എസ്റ്റാബ്ലിഷിംഗ് ബൗണ്ടറീസ് ഇൻ ഇമേജ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിക്സിങ് ബൗണ്ടറീസ്. ഓക്കെ, okay, suppose you need to extract an object from a particular boundary. That means that നിങ്ങളുടെ ഫോർഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റും the object is completely different, completely intensity value of object is completely different from your background. നിങ്ങൾക്ക് ഈസി ആയിട്ട് ത്രെഷോൾഡിംഗ് ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഇമേജിൽ നിന്ന് ചില സോളിഡ് ഒബ്ജക്ട്സിന് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സെഗ്മെന്റേഷൻ ടെക്നിക്ക്, ത്രെഷോൾഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ അതിൽ രണ്ടായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്ലോബൽ ത്രെഷോൾഡിംഗ്, ഫസ്റ്റ് മെത്തേഡ് ഈസ് ഗ്ലോബൽ ത്രെഷോൾഡിംഗ്. സെക്കൻഡ് ഈസ് ലോക്കൽ ത്രെഷോൾഡിംഗ്. ലോക്കൽ ത്രെഷോൾഡിംഗിനെ വിൽ കോൾ ഇറ്റ് ആസ് അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗ്.
ലോക്കൽ ത്രെഷോൾഡിംഗ് ഓർ അഡാപ്റ്റീവ് ത്രെഷോൾഡിംഗ്. ഓക്കെ, ഈ രണ്ട് ടെക്നിക്കാണ് നമ്മൾ ത്രെഷോൾഡിംഗ് ടെക്നിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതിൽ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞാലും ക്ലിയർ അല്ല? അനുവിന്ദ് മനസ്സിലാവുന്നില്ല പറയുന്നത്? ക്ലിയർ അല്ല നിങ്ങൾ പറയാട്ടോ, ഞാൻ പ്രസന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവുന്നില്ല നിങ്ങൾ നേരിട്ട് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്ര ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അതുപോലെ ഇത് ബോർഡിൽ മാറ്റി എഴുതാമോ? ബോർഡിൽ എഴുതാണോ നിങ്ങൾക്ക്? സാധാരണ ബോർഡിലാണോ നല്ലത്? ഇതല്ലേ കുറച്ചുകൂടി ബെറ്റർ? ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്നാൽ അതിന് ബ്ലാക്ക് ആക്കുന്നില്ല, വൈറ്റിൽ തന്നെ ചെയ്യും. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ലെജിബിൾ അല്ലാണ്ടോ അല്ലെങ്കിൽ വെറുതെ പ്രശ്നമുണ്ടോ നിങ്ങൾ പറയാം കേട്ടോ. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.